ഹലോ, ഇത് നമ്മളൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടി നോക്കാം. ഞാനിവിടെ 2 രൂപേൻ്റെ ബ്രൂഡ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങൾക്ക് എടുക്കാം. അത് 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. 1 ടീസ്പൂൺ നിറച്ചിട്ട് എടുക്കുക. ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. 2 രൂപേൻ്റെ പാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 ഗ്ലാസ്സിനുള്ള അളവാട്ടോ പറയുന്നത്. പിന്നെ നമുക്ക് ഇതേപോലത്തെ 5 രൂപേൻ്റെ ബൂസ്റ്റ് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ നിറച്ചിട്ട് പഞ്ചസാര എടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ. ഇത് ടീസ്പൂണിനേക്കാൾ ഇച്ചിരി വലുപ്പം കൂടുതലുള്ള സ്പൂണാണ്, എന്നാൽ ടേബിൾ സ്പൂൺ അല്ല താനും. അപ്പോൾ എന്തായാലും ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ച് വന്നാൽ ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലോട്ട്, ഞാനിവിടെ 2 ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ്സിലേക്കും ഇതിനെ ഈക്വലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ല തിളപ്പിച്ച പാല് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അടിഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ച ആ ക്രീം ഉണ്ടല്ലോ, അത് ഈ പാലിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊരു ക്രീമി ആയിട്ടുള്ളൊരു നമ്മുടെ ബൂസ്റ്റും അതേപോലെ തന്നെ കോഫി പൗഡറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ കുറച്ച് ബൂസ്റ്റ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേ സമയമൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.